ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്ന എന്റെ അച്ഛനെ ജയിലിൽ നിന്ന് എനിക്ക് മോചിപ്പിക്കണം. ഇനി അത് മാത്രം ഈ ചെന്നുന്റെ ലക്ഷ്യം. എന്താ ശിവൻ ചേട്ടാ, സ്വപ്നം കാണുവാണോ? അല്ല, ഇന്നാരായിരുന്നു സ്വപ്നത്തില്? കല്യാണിയോ അതോ സീതയോ? ചെമ്പരത്തി കണ്ടപ്പോ ഞാൻ എന്റെ മോളെ കുറിച്ച് ഓർത്തുപോയി. ചെമ്പരത്തി എന്ന് വെച്ച ജീവനവക്ക്. എന്താ ചേട്ടാ ഇത്? ചെയ്യാത്ത തെറ്റിന് ചേട്ടൻ ഇതിനകത്ത് പെട്ടുപോയി എന്നത് നേരെ തന്നെയാ. പക്ഷേ ഒരു ചതിയിൽപ്പെട്ട മനുഷ്യരെ ദൈവം വീണ്ടും ഒരിക്കൽ കൂടി ചതിക്കില്ല. നിങ്ങളുടെ മകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദൈവം ആ കുഞ്ഞിനെ സംരക്ഷിക്കും. എനിക്കിപ്പോ നന്മയിലും തിന്മയിലും ദൈവത്തിലും ചെകുത്താനുള്ള വിശ്വാസമൊക്കെ പോയിരിക്കുന്നു. സഹായിക്കുന്നതും ദ്രോഹിക്കുന്നതും എല്ലാം മനുഷ്യന്റെ മനസ്സാണ്. പക്ഷേ ഇപ്പൊ ദ്രോഹിക്കുന്നവരാ കൂടുതൽ. ഒരുതരം മനുഷ്യ മൃഗങ്ങള്. ഇതിനകത്ത് കിടക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ശിവേട്ടാ? ചെറിയ ചെറിയ തെറ്റ് ചെയ്യുന്നവരൊക്കെ അകത്തും വലിയ വലിയ തെറ്റ് ചെയ്യുന്നവരൊക്കെ പുറത്തും. എന്റെ പേടി എന്റെ മോളെ കുറിച്ചോർത്ത. അവക്ക് ബുദ്ധി സാമർത്ഥ്യം എല്ലാം ഉണ്ട്. പക്ഷെ നിഷ്കളങ്കയാ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൾ എന്ത് ചെയ്യും, എന്ത് ത്യാഗവും സഹിക്കും. പക്ഷേ അത് അവരുടെ ഭാഗത്തുനിന്നും തിരിച്ചുണ്ടാവില്ല. അങ്ങനെയുള്ള ചതികളെ നേരിടാനുള്ള ശക്തി എന്റെ മോൾക്കില്ല. അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ ഇടയില എന്റെ മോൾ ജീവിക്കുന്നത്. പാവം, ഇപ്പോ അവൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടാവും. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പൊ എനിക്ക് കഴിയൂ. വേണ്ട ശിവേട്ടാ, കരയല്ലേ. എല്ലാം അവസാനിപ്പിക്കോ? എന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഈ ഡയറിയോടൊപ്പം ഇവിടെ തീരട്ടെ. ഏതോ പൊട്ട തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ടാവും. അതോർത്ത് ഇപ്പൊ സ്വയം ശാപിക്കല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല.
മഹി ജയരാമൻ സാറിന്റെ മകനാ. അതെ മോളെ, മഹി ഡ്രൈവർ അല്ല, രമാദേവി മേഡത്തിന്റെ ഇളയ മകനാണ് മഹി. തീർന്നു, എല്ലാം ഇവിടെ തീർന്നു. എല്ലാ ഓർമ്മകളും ഞാൻ ഇല്ലാതാക്കുക. ഇനി ആരുമായും എനിക്ക് ഒരു ബന്ധവുമില്ല, സൗഹൃദവും ഇല്ല, ഒരു സെന്റിമെന്റ്സും ഇല്ല. വെറും മുതലാളി തൊഴിലാളി ബന്ധം മാത്രം, അതിനപ്പുറം ഒന്നുമില്ല.